ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 9ാമത്തെ പാഠത്തിൻ്റെ പേരാണ് തുല്യമായ കൂട്ടം. പട്ടുമല LP സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? നോട്ട്ബുക്കിൽ എഴുതൂ. എന്തൊക്കെയാണ് കാണുന്നത്? കുട്ടികൾ സോപ്പ് നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ പാവകൾ നിർമ്മിക്കുന്നു, പിന്നെ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ അരിയുന്നു. ഇതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. അവർ കൂട്ടത്തോടെയാണ് ചെയ്യുന്നത്, അല്ലേ? തുല്യമാക്കാം. പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പ് കട്ട നോക്കൂ. ചിത്രത്തിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? അപ്പോൾ പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പ് കട്ടയാണ് താഴെ തന്നിരിക്കുന്നത്. എത്രയാണ് ഉള്ളത്? ഒന്നുകിൽ നമുക്ക് ഓരോന്നായി എണ്ണി നോക്കാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 36 കിട്ടുന്നത്. ഇനി എളുപ്പത്തിനായിട്ട് നമുക്ക് എന്ത് നോക്കാം? വരിയും നിരയും നോക്കാം. ഒരു വരിയിൽ 6 എണ്ണം, ഒരു നിരയിൽ 6 എണ്ണം. അപ്പോൾ 6 ഗുണിക്കണം 6, 36. അടുത്തത് സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 2 പെട്ടിയിലാക്കിയാലോ എന്നാണ്. നേരത്തെ ഒരു പെട്ടിയായിരുന്നു, അല്ലേ? അപ്പോൾ 36. ഇനി അത് 2 പെട്ടിയിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, തുല്യമായിട്ട്. അപ്പോൾ ഈ 36നെ 2 ഭാഗങ്ങളാക്കണം. അപ്പോൾ എത്രയാണ് വരുന്നത്? ഒരു ഭാഗത്ത് 3 ഗുണിക്കണം 6, രണ്ടാമത്തെ പെട്ടിയിലും 3 ഗുണിക്കണം 6. അപ്പോൾ ഒരു പെട്ടിയിൽ വരുന്നത് 3 ഗുണിക്കണം 6, 18. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 3 പെട്ടിയിലാക്കിയാലോ? ചുവടെയുള്ള ചിത്രത്തിൽ തന്നെ വരയ്ക്കൂ. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? നേരത്തെ നമുക്ക് വരച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുല്യമാക്കി വരയ്ക്കാം. കണ്ടില്ലേ? 3 ഭാഗങ്ങളാക്കി. അപ്പോൾ 2 ഗുണിക്കണം 6. അപ്പോൾ ഒരു പെട്ടിയിൽ 12 സോപ്പുകളാണ് വരുന്നത്. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 4 പെട്ടിയിലാക്കിയാലോ? വരയ്ക്കൂ. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? നേരത്തെ നമ്മൾ 3 ഭാഗങ്ങളാക്കി തുല്യമായിട്ട്, അല്ലേ? അതുപോലെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അല്ലേ? തുല്യ ഭാഗങ്ങളാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വഴി ഉപയോഗിക്കാം. എന്താണത്? ഹരണം. എന്താണ് ഹരണം എന്ന് പറയുന്നത്? ഗണിതത്തിലെ ഹരണം എന്നത് ഒരു സംഖ്യയെ തുല്യ ഭാഗങ്ങളായി വിഭജിച്ച് എത്ര തുല്യഭാഗങ്ങൾ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തുന്ന പ്രക്രിയയാണ്. അതായത് ഒരു വലിയ സംഖ്യയെ തുല്യഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയുന്നതാണ് ഹരണം. അതിന് ഉദാഹരണം നോക്കൂ. 15നെ 3 കൊണ്ട് ഹരിക്കുക എന്നാൽ 15നെ 5ൻ്റെ 3 തുല്യ ഗ്രൂപ്പുകളായി വിഭജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ട് ചെയ്ത് പഠിക്കാം. ഹരണത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ? ഇതിൽ 2 ചിഹ്നങ്ങളാണ് തന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. നമുക്ക് 3നെ 15 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഹരിക്കാനായി ആദ്യം എടുക്കേണ്ടത് 15ൽ 1 പക്ഷേ 1 3നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് 15 തന്നെ എടുക്കേണ്ടി വരും. എന്നാൽ ആദ്യത്തെ സംഖ്യ 3നേക്കാൾ വലുതാണെങ്കിൽ ആദ്യം ഹരിക്കേണ്ടത് ആ സംഖ്യയാണ്. 3 കൊണ്ടാണ് ഹരിക്കുന്നത്, അല്ലേ? അപ്പോൾ 3ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കുക. 15 വരുന്നുണ്ടോ എന്ന് നോക്കുക. 3 5 15 വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ 15 താഴേക്ക് എഴുതുക. അതിനുശേഷം കുറയ്ക്കുക. 15ൽ നിന്ന് 15 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 0 കിട്ടുന്നത്. ശിഷ്ടം വരുന്നത് 0. കണ്ടില്ലേ? അപ്പോൾ 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ, അല്ലെങ്കിൽ 3 തുല്യ ഭാഗമാക്കുമ്പോൾ ഓരോന്നിലും 5 എണ്ണം വീതം വരും. അടുത്ത ഒരു ഉദാഹരണം കൂടി നോക്കാം. 65 ഹരിക്കണം 5. അപ്പോൾ 65ൽ 6 നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ 5നേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ 6 മാത്രം എടുത്തത്. 1 5 5, 2 5 വരുമ്പോൾ 10, അല്ലേ? അപ്പോൾ 6നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ഗുണിക്കണം 5 എഴുതുക.
കണ്ടില്ലേ, രണ്ടാമത്തെ കോളത്തിൽ 6ന് താഴെ 5 എഴുതി, ആ 1 എന്നുള്ളത് മുകളിൽ എഴുതി. കണ്ടില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് 6ൽ നിന്ന് 5 കുറയ്ക്കണം. നമ്മൾ എഴുതിയ ആ 5 കുറച്ച് നോക്കണം. അപ്പോൾ കിട്ടുന്നത് 1 ഇനി 65ലെ രണ്ടാമത്തെ സംഖ്യയായ 5 താഴേക്ക് ഇറക്കിയിടണം. അപ്പോൾ എത്രയായി? 15 അല്ലേ? ഇനി 5ൻ്റെ ഗുണനപ്പട്ടിക നോക്കി 15 വരുന്നുണ്ടോ എന്ന് നോക്കുക. എത്രയാണ്? 3 5 15 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ 3 മുകളിൽ എഴുതുക. 1ന് അടുത്തായിട്ട് എഴുതുക. 3 5 15 15 താഴേക്ക് ഇറക്കി എഴുതുക. അതിനുശേഷം 15ൽ നിന്ന് 15 കുറച്ച് നോക്കുക. ഉത്തരം കിട്ടുന്നത് 0. അതായത് ശിഷ്ടം ഒന്നുമില്ല. 65നെ 5 ഭാഗങ്ങളാക്കുമ്പോൾ അതിൽ 13 എണ്ണം ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് വീതിച്ച് കൊടുക്കാം എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ശിഷ്ടം 0 വരുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. 77നെ 4 തുല്യ ഭാഗങ്ങളാക്കാം. അപ്പോൾ എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. 77ലെ ആദ്യത്തെ 7 മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 4ൻ്റെ ഗുണനപ്പട്ടിക നിങ്ങൾക്ക് സൈഡിൽ എഴുതി വയ്ക്കാം. 1 4 4, 2 4 8 വരുന്നത്. അതിൽ 7 ഇല്ല അല്ലേ? അപ്പോൾ 7നേക്കാൾ കൂടാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാം? 1 4 4 എന്ന് എഴുതാം. 1 മുകളിലാണ് എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ? 1 4 4. ഇനി 7ൽ നിന്നും ആ 4 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 കിട്ടും. അതിന് ശേഷം ആ രണ്ടാമത്തെ 7 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ 37 ആയി അല്ലേ? ഇനി 4ൻ്റെ ഗുണനം വീണ്ടും നോക്കുക. നമുക്ക് 37 കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? എത്രയാണ്? 9 4 36 കിട്ടുന്നത്. അപ്പോൾ ആ 9 മുകളിലിടുക. 9 4 36. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 3ൽ നിന്ന് 3 കുറയ്ക്കുക, 7ൽ നിന്ന് 6 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ 77നെ 4 തുല്യ ഭാഗങ്ങളാക്കാൻ കഴിയുന്നില്ല. കാരണം 19 തുല്യ ഭാഗങ്ങളാക്കാം, പക്ഷേ 1 ബാക്കിയുണ്ട്. ഇനി ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? 96നെ 4 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. ആദ്യം 9 എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ 1 4 4, 2 4 8, 3 4 12 വരുന്നത്. 9നേക്കാൾ കൂടാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? 2 എടുക്കാം. 2 4 8. കിട്ടുന്ന ഉത്തരം മുകളിലാണ് എഴുതേണ്ടത്. 2 4 8. ഇനി 9ൽ നിന്നും 8 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടും. ഇനി രണ്ടാമത് വരുന്ന ആ 6 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ എത്രയായി? 16 ഇനി വീണ്ടും 4ൻ്റെ ഗുണനം ചെല്ലുക. അപ്പോൾ 4 4 16. 4 മുകളിലിടുക. 4 ഗുണിക്കണം 4 16 കിട്ടി അല്ലേ? 1ൽ നിന്ന് 1 കുറയ്ക്കുക 0. 6ൽ നിന്ന് 6 കുറയ്ക്കുക. അപ്പോൾ 0 കിട്ടി. അപ്പോൾ 96നെ 4 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ 24 ഉത്തരം കിട്ടും. പൂർണ്ണമായും നമുക്ക് വിഭജിക്കാം. അപ്പോൾ നമുക്ക് 36നെ 4 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കിയാലോ? 36 ഹരിക്കണം 4 ഇതുപോലെ എഴുതുക. അതിനുശേഷം ആദ്യത്തെ സംഖ്യ നോക്കുക. ആദ്യത്തെ സംഖ്യ എത്രയാണ്? 3 അല്ലേ? അത് 4നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 36 തന്നെ എടുക്കാം. ഇനി 4ൻ്റെ ഗുണന പട്ടികയിൽ 36 വരുന്നുണ്ടോ എന്ന് നോക്കാം. ചൊല്ലി നോക്കൂ. എത്രയാണ് കിട്ടുന്നത്? 9 4 36. അപ്പോൾ 9 മുകളിൽ എഴുതുക. 36 എന്നുള്ളത് ഈ 36ന് താഴെ എഴുതുക. എന്നിട്ട് കുറയ്ക്കുക. 3ൽ നിന്ന് 3 പോയാൽ 0, 6ൽ നിന്ന് 6 പോയാൽ 0. അപ്പോൾ 36നെ നമുക്ക് 4 തുല്യ ഭാഗങ്ങളായി പങ്കുവയ്ക്കാം. അപ്പോൾ ഓരോന്നിലും 9 വീതം ഉണ്ടാകും. അടുത്തത് 6 പെട്ടികളിലാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ
36 ഹരിക്കണം 6. ആദ്യത്തെ അക്കം 3 ആണ് അല്ലേ, അത് 6-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് 36 തന്നെ ഹരിക്കാനായിട്ട് എടുക്കാം. 6 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 6ൻ്റെ ഗുണനപ്പട്ടികയാണ് എഴുതേണ്ടത്. ഇനി 6ൻ്റെ ഗുണനപ്പട്ടികയിൽ 36 വരുന്നുണ്ടോ എന്ന് നോക്കാം. 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36. കണ്ടില്ലേ? അപ്പോൾ 6 മുകളിൽ എഴുതുക. 6 6 36 എഴുതി നമുക്ക് കുറയ്ക്കാം. 3-ൽ നിന്ന് 3 പോയാൽ 0, 6-ൽ നിന്ന് 6 പോയാൽ 0. അപ്പോൾ 36-നെ 6 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ 6 സോപ്പ് വീതമാണ് ഒരു പെട്ടിയിലുണ്ടാവുക. ഇനി 9 പെട്ടിയിലാക്കിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. തുല്യ ഭാഗങ്ങളാക്കണം നമുക്ക്. 9 ഹരിക്കണം 36. 9 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് 9ൻ്റെ ഗുണനപ്പട്ടികയാണ് വേണ്ടത്. ഇനി ആദ്യത്തെ സംഖ്യ 3 ആണ് അല്ലേ, അത് 9-നേക്കാൾ ചെറുതായതുകൊണ്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് 36 തന്നെ എടുക്കാം. ഇനി 9ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കാം. എത്രയാണ് കിട്ടുന്നത്? 4 9 36. അപ്പോൾ 36-നെ 9 ഭാഗങ്ങളാക്കുമ്പോൾ 4 സോപ്പ് വീതമാണ് പെട്ടിയിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു സംഖ്യയെ തുല്യഭാഗമായി വിഭജിക്കാൻ നമുക്ക് ഹരണം ഉപയോഗിക്കാം. ഹരിക്കുന്നതിന് നമുക്ക് ഗുണനപ്പട്ടിക അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയും കണക്കാക്കാം. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? ഗണിത രൂപത്തിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? 36 ഹരിക്കണം 2. അപ്പോൾ നമ്മളിപ്പോൾ ഹരിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒന്ന് ഹരിച്ചു നോക്കൂ. 36 ഹരിക്കണം 2. 36-ലെ ആദ്യത്തെ സംഖ്യ 3 എടുക്കാം. കാരണം 2-നേക്കാൾ വലുതാണ് അല്ലേ? 2-നേക്കാൾ ചെറുതാണെങ്കിലാണ് നമ്മൾ 2 സംഖ്യയും ഒരുമിച്ചെടുക്കുന്നത്. അപ്പോൾ 1 2 2 2 2 4 വരുന്നത്. അപ്പോൾ 3-നേക്കാൾ വലുതായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ തന്നെ എടുക്കാം. 1 2 2. ഇനി 3-ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. രണ്ടാമത്തെ സംഖ്യയായ ആ 6 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ എത്ര വരും? 16 വരും. ഇനി വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ്? 8 2 16. ഇനി 16-നെ നമുക്ക് 16-ൽ നിന്ന് കുറയ്ക്കാം. 0 കിട്ടും. അപ്പോൾ ഉത്തരം കിട്ടിയത് 18. ഇനി 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36-നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എടുത്തു. ഒരു 3 3. അത് കുറച്ചപ്പോൾ 0 കിട്ടി. 6 ഇറക്കിയിട്ടു. കണ്ടില്ലേ? ഇനി 2 കൊണ്ട് 3-നെ ഗുണിക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. 2 3 6. അപ്പോൾ ഉത്തരം വരുന്നത് എത്രയാണ്? 12 നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലേ? എത്രയാണ്? 9 കിട്ടുന്നത്. അടുത്തത് 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 6 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഉത്തരം 6. 6 ഗുണിക്കണം 6 36. അടുത്തത് 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 9 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 9. ഉത്തരം 4. 9 ഗുണിക്കണം 4 36. ഇനി കളങ്ങൾ പൂരിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേതിൽ 6 നടുക്ക് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം നോക്കൂ. 18 ഹരിക്കണം 3. അപ്പോൾ നമുക്ക് 3 ഗുണിക്കണം 6 എത്രയാണ്? 3 6 18 അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ചെയ്ത് നോക്കേണ്ടത്. 12 ഹരിക്കണം എത്രയാണെന്ന് തന്നിട്ടില്ല. 6. 12-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 2 അല്ലേ? അതുപോലെ തന്നെ അടുത്തത് നോക്കൂ. ഹരിക്കണം 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 ഗുണിക്കണം 5 എത്രയായിരിക്കും? 30. അതുപോലെ തന്നെ ഹരിക്കണം 9 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 6 ഗുണിക്കണം 9 ഒന്ന് ചെയ്ത് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടും. എത്രയാണ്? 53.
4. അപ്പോൾ 18 ഹരിക്കണം 3, 12 ഹരിക്കണം 2, 48 ഹരിക്കണം 8, 30 ഹരിക്കണം 5, 54 ഹരിക്കണം 9, 24 ഹരിക്കണം 4. 6 കൊണ്ട് മറ്റൊരു സംഖ്യയെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹരിച്ചു നോക്കിയാൽ നമുക്ക് 6 ഉത്തരം കിട്ടും. അതുപോലെ തന്നെ 3 വെച്ച് ചെയ്ത് നോക്കിയതാണ്. 18 ഹരിക്കണം 6, 3 എന്ന് ഉത്തരം കിട്ടി അല്ലേ. ഇനി ആ 6ഉം 3ഉം ഗുണിക്കുമ്പോൾ നമുക്ക് 18 കിട്ടും അല്ലേ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം. 12 ഹരിക്കണം 4, ഉത്തരം 3 കിട്ടും. ശരിയാണോ എന്നറിയാൻ 3, 4, 12. ഇനി 3, 9, 27 കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഹരണരൂപത്തിൽ എഴുതുമ്പോൾ 27 ഹരിക്കണം 9, ഉത്തരം 3. ഇനി 3 ഗുണിക്കണം 8, 3, 8, 24. ഹരിക്കുമ്പോൾ 24 ഹരിക്കണം 8, ഉത്തരം 3. അടുത്തത് 15 ഹരിക്കണം 5, ഉത്തരം 3. 21 ഹരിക്കണം 7, ഉത്തരം 3. ഇനി ഏതെങ്കിലും സംഖ്യ വെച്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 എഴുതിയിരിക്കുന്നത്. 5 ഗുണിക്കണം 5 എത്രയാണ്? 25. അപ്പോൾ ഹരണരൂപത്തിൽ എഴുതുമ്പോൾ 25 ഹരിക്കണം 5, ഉത്തരം 5. അടുത്തത് 8 ഗുണിക്കണം 5, 40 എന്നുത്തരം കിട്ടും അല്ലേ. അപ്പോൾ 40 ഹരിക്കണം 8, ഉത്തരം വരുന്നത് 5. അടുത്തത് 7 ഗുണിക്കണം 5, 35. ഹരിക്കുമ്പോൾ 35 ഹരിക്കണം 7, ഉത്തരം 5. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത് എഴുതിയിരിക്കുന്നത്. 10 ഹരിക്കണം 2, 30 ഹരിക്കണം 6, 45 ഹരിക്കണം 9. എല്ലാത്തിൻ്റെയും ഉത്തരം വരുന്നത് 5 തന്നെയാണ്. പാക്കറ്റിൽ നിറക്കാം. പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഓരോ ദിവസവും ഉണ്ടാക്കിയ സോപ്പിൻ്റെ എണ്ണം പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. ഇവ പാക്കറ്റിലാക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച 36 എണ്ണം, ചൊവ്വാഴ്ച 32, ബുധൻ 24, വ്യാഴം 48, വെള്ളി 40. അത്രയും സോപ്പുകളാണ് ഉള്ളത്. ഇനി ഓരോ പാക്കറ്റിലും 2 എണ്ണം വീതം നിറച്ചാൽ, അതുപോലെ തന്നെ ഓരോ പാക്കറ്റിലും 4 എണ്ണം വീതം നിറച്ചാൽ, അപ്പോൾ 2 എണ്ണം വീതം നിറയ്ക്കുമ്പോൾ എങ്ങനെയാണ്? 36 ഹരിക്കണം 2 അല്ലേ. അതുപോലെ തന്നെ 4 എണ്ണം നിറയ്ക്കുമ്പോഴോ 36 ഹരിക്കണം 4. ചൊവ്വാഴ്ച 32 ഹരിക്കണം 2, 32 ഹരിക്കണം 4. ബുധനാഴ്ച 24 ഹരിക്കണം 2, 24 ഹരിക്കണം 4. വ്യാഴാഴ്ച 48 ഹരിക്കണം 2, 48 ഹരിക്കണം 4. വെള്ളിയാഴ്ചയോ 40 ഹരിക്കണം 2, 40 ഹരിക്കണം 4. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് തിങ്കളാഴ്ച 18, ചൊവ്വാഴ്ച 16, ബുധനാഴ്ച 12, വ്യാഴാഴ്ച 24, വെള്ളിയാഴ്ച 20 ഒക്കെയാണ് 2 എണ്ണം വീതം നിറയ്ക്കുമ്പോൾ. ഇനി 4 എണ്ണം വീതമോ? തിങ്കൾ 9, ചൊവ്വ 8, ബുധൻ 6, വ്യാഴം 12, വെള്ളി 10. ആകെ എണ്ണം 180 ഓരോ പാക്കറ്റിലും 2 എണ്ണം വീതം നിറച്ചാൽ എത്രയാണ് ടോട്ടൽ കിട്ടിയത്? 90. 4 എണ്ണം വീതമാകുമ്പോഴോ 45. അപ്പോൾ 90 മൊത്തം കിട്ടി അല്ലേ. 2 എണ്ണം വീതം നിറച്ചപ്പോൾ 90 ഗുണിക്കണം 2, 180. ഇനി 4 എണ്ണം നിറച്ചപ്പോഴോ 45. 45 ഗുണിക്കണം 4, 180 കിട്ടും. 2 വീതം നിറച്ചപ്പോഴും 4 വീതം നിറച്ചപ്പോഴും പാക്കറ്റിൻ്റെ എണ്ണത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? 2 വീതം നിറച്ചപ്പോൾ പാക്കറ്റിൻ്റെ എണ്ണം കൂടി അല്ലേ. 4 വീതം നിറച്ചപ്പോൾ പാക്കറ്റിൻ്റെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? 180. ഇനി ഒരു സോപ്പ് കട്ട 20 രൂപയ്ക്ക് വിറ്റാൽ ക്ലബിന് ആകെ എത്ര രൂപ കിട്ടും? എങ്ങനെ കണക്കാക്കാം? 180 സോപ്പാണ് അല്ലേ, 20 രൂപ വെച്ച്. അപ്പോൾ 180 ഗുണിക്കണം 20, 3600 രൂപയാണ് ക്ലബിന് കിട്ടുന്നത്. കിട്ടിയതെല്ലാം 100 രൂപ നോട്ടാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 36 അല്ലേ. 36 ഗുണിക്കണം 100 3600. അപ്പോൾ 36 നോട്ട്. എല്ലാം 200 രൂപയുടെ നോട്ടാണെങ്കിൽ എത്ര നോട്ടുകൾ? അപ്പോൾ 36 100 രൂപയാണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പോൾ 18 നോട്ടുകളാണ്. 18 ഗുണിക്കണം 200, അപ്പോൾ 3600 കിട്ടും. ഹരണ ചിഹ്നം ഉപയോഗിച്ച് എഴുതിയാലോ? കണ്ടില്ലേ, 3600 ഹരിക്കണം 100, 36. 3600 ഹരിക്കണം 200, 18.
3600നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 3600-ലെ ആ 2 പൂജ്യവും അതുപോലെ തന്നെ 100-ലെ 2 പൂജ്യവും വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് 1 ഗുണിക്കണം 36 36 എന്ന് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. അതുപോലെ തന്നെ 3600 ഹരിക്കണം 200, 3600-ലെ 2 പൂജ്യവും 200-ലെ പൂജ്യവും വെട്ടിക്കളയുക. അപ്പോൾ 36 ഹരിക്കണം 2, ഉത്തരം 18 കിട്ടും. മനക്കണക്കായി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 36 ഹരിക്കണം 2 എത്രയാണ് ഉത്തരം വരുന്നത്? 36നെ 2 ഭാഗമാക്കുമ്പോൾ നമുക്ക് 18 വരുന്നത് അല്ലേ? അതുപോലെ തന്നെ 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9, 9 4 36. ഇനി 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കൊണ്ട് എത്ര ഗുണിച്ചാലാണ് നമുക്ക് 40 കിട്ടുക? 2 ഗുണിക്കണം 20, ഉത്തരം 40. അതുപോലെ തന്നെ 40 ഹരിക്കണം 4, 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 40 കിട്ടുക? 4 ഗുണിക്കണം 10, 40. ഇങ്ങനെയാണ് മനക്കണക്കായി ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് നോക്കൂ. 32 ഹരിക്കണം 2, ഉത്തരം 16. 32 ഹരിക്കണം 4, ഉത്തരം 8. 72 ഹരിക്കണം 2, ഉത്തരം 36. 72 ഹരിക്കണം 4, ഉത്തരം 18. ഇനി മുകളിലെ പട്ടിക ഉപയോഗിച്ച് 76 ഹരിക്കണം 2 എങ്ങനെ കണക്കാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 76നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാനൊക്കെ അറിയാം. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുകളിലെ പട്ടിക ഉപയോഗിച്ച് കണക്കാക്കാനാണ്. അപ്പോൾ 76നെ 2 ഭാഗങ്ങളാക്കാം. 40 കൂട്ടണം 36. 40നെ ഹരിച്ചതും അതുപോലെ തന്നെ 36നെ ഹരിച്ചതും ഇതിൽ തന്നിട്ടുണ്ട് അല്ലേ? 40നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 20ഉം അതുപോലെ തന്നെ 36നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 18ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് കൂട്ടിയെഴുതാം. 76 എണ്ണത്തെ തുല്യമായ 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എന്ന് പറയുന്നത് 20 കൂട്ടണം 18 എത്രയാണ്? 38 അടുത്തത് കണക്കാക്കുക. 68 ഹരിക്കണം 2, അതുപോലെ തന്നെ 68 ഹരിക്കണം 4, 76 ഹരിക്കണം 4. ഇത് നമുക്ക് മൊത്തം സംഖ്യയും ഹരിച്ചു നോക്കാം, അല്ലെങ്കിൽ 2 ഭാഗങ്ങളാക്കിയും ഹരിക്കാം. 68നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 3 2 6 കണ്ടില്ലേ? അതുപോലെ തന്നെ 8 താഴേക്ക് ഇറക്കിയിടുക. ഇനി 2ൽ 8 എത്ര തവണ പോകും? 4 തവണ പോകും അല്ലേ? അപ്പോൾ ഉത്തരം കിട്ടുന്നത് 34. 34 ഗുണിക്കണം 2 68. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 68നെ 2 ഭാഗങ്ങളാക്കാം. 40 കൂട്ടണം 28. 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 20ഉം 28നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 14ഉം കിട്ടും. ഇനി ആ ഉത്തരങ്ങൾ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 20 കൂട്ടണം 14 34. അപ്പോൾ 68നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 34 കിട്ടും. നമുക്കും അത് കിട്ടിയിട്ടുണ്ട് അല്ലേ നേരത്തെ? ഇനി 68നെ 4 കൊണ്ട് ഹരിച്ച് നോക്കാം. ആദ്യത്തെ 6 എടുത്തു, 1 4 4. ഇനി 6ൽ നിന്ന് 4 പോയപ്പോൾ 2, അതുപോലെ തന്നെ ആ 8 താഴോട്ട് ഇറക്കിയിട്ടു. ഇനി 28ൽ 4 എത്ര തവണ പോകുമെന്ന് നോക്കാം. 7 4 28. അപ്പോൾ 68നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17. ഇനി വേണമെങ്കിൽ 2 ഭാഗങ്ങളായി നമുക്ക് ഹരിച്ചു നോക്കാം. 68നെ 40 കൂട്ടണം 28 എന്ന 2 ഭാഗമാക്കാം. 40നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10ഉം 28നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 7ഉമാണ് കിട്ടുന്നത്. അപ്പോൾ 2 ഉത്തരങ്ങളും കൂടി കൂട്ടുമ്പോൾ 10 കൂട്ടണം 7 17. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അടുത്തത് 76നെ 4 കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പോൾ 7 എടുത്തു, 1 4 4, 2 4 8 വരും അല്ലേ? 7നേക്കാൾ കൂടും. അപ്പോൾ അതുകൊണ്ട് 1 എടുത്തു. 7ൽ നിന്ന് 4 കുറച്ചപ്പോൾ 3, ബാക്കി 6 താഴേക്ക് ഇറക്കിയിട്ടു. അപ്പോൾ 36 കിട്ടി. ഇനി ആ 36ൽ എത്ര 4 ഉണ്ട് എന്ന് നോക്കാം. 9 ഗുണിക്കണം 4 എത്രയാണ് വരുന്നത്? 36 വരുന്നു അല്ലേ? അപ്പോൾ 36ൽ നിന്ന് 36 കുറച്ചാൽ 0 കിട്ടും. 76നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 19 ആണ്.
ഇതിനെയും നമുക്ക് 2 ഭാഗങ്ങളാക്കാം. 40 കൂട്ടണം 36. അപ്പോൾ 40നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10ഉം 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9ഉമാണ് കിട്ടുന്നത്. 2 ഉത്തരങ്ങളും കൂട്ടുമ്പോൾ 10 കൂട്ടണം 9 19. പൂരിപ്പിക്കൂ. 8 ഗുണിക്കണം 6 48 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി 48 ഹരിക്കണം 8 6. 48 ഹരിക്കണം 6 ഉത്തരം 8. അതിൽ ഒരു ബന്ധം കണ്ടില്ലേ? 8 ഗുണിക്കണം 6 48. അപ്പോൾ 48നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ അടുത്ത സംഖ്യയായ 8 കിട്ടും. അല്ലെങ്കിൽ 48നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത സംഖ്യയായ 6 കിട്ടും. അതാണ് തന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതും അതുപോലെ എഴുതണം. 9 ഗുണിക്കണം 4 ഉത്തരം 36. അപ്പോൾ 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9ഉം 36നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 4ഉം ഉത്തരം കിട്ടും. അടുത്തത് 7 ഗുണിക്കണം 6 42 അല്ലേ. അപ്പോൾ 42നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 6ഉം 42നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 7ഉം കിട്ടും. അടുത്തത് 6 ഗുണിക്കണം 5 ഉത്തരം 30 അല്ലേ. അപ്പോൾ 30നെ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 6. 30നെ 6 കൊണ്ട് ഹരിച്ചാലോ ഉത്തരം 5 ആയിരിക്കും. കാരണം ഈ 6ഉം 5ഉം ഗുണിച്ചപ്പോഴാണ് നമുക്ക് 30 കിട്ടിയത്. പാവനിർമ്മാണം. പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ പല കൂട്ടങ്ങളാക്കി. ഓരോ കൂട്ടവും 48 പാവയാണ് ഉണ്ടാക്കിയത്. ഇവ 6 പെട്ടിയിൽ തുല്യമായി വയ്ക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടത്തിൽ നേതാവായ സന ചെയ്തത് നോക്കൂ. ഓരോ പെട്ടിയിലും ഒരു പാവ വീതം വെച്ചു. ആകെ എത്ര പാവയാണ് പെട്ടിയിൽ വെച്ചത്? 1 2 3 4 5 6. ഇനി എത്ര പാവ ബാക്കിയുണ്ട്? 48 കുറയ്ക്കണം 6 എത്രയാണ്? 42 പാവയാണ് ബാക്കിയുള്ളത്. അടുത്തത് വീണ്ടും ഓരോന്നും കൂടി വെച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര എണ്ണം കൂടി എടുത്തു? 6 എണ്ണം കൂടി വെച്ചു അല്ലേ. ആദ്യം 6 ഉണ്ടായിരുന്നു, അതിന് തൊട്ടടുത്തായി വീണ്ടും ഓരോന്ന് കൂടി വെച്ചപ്പോൾ 6 എണ്ണം വെച്ചു. ഇനി എത്ര പാവ ബാക്കിയുണ്ട്? 42 കുറയ്ക്കണം 6 36 പാവയാണ് ബാക്കിയുള്ളത്. ഇങ്ങനെ തുടർന്നാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 36ൽ നിന്ന് 6 പാവ കൂടി എടുത്താൽ 30 ആവും. അതുപോലെ തന്നെ 30ൽ നിന്ന് 6 എണ്ണം എടുത്താൽ 24. 24ൽ നിന്ന് 6 എണ്ണം എടുത്താൽ 18. 18ൽ നിന്ന് 6 എണ്ണം എടുത്താൽ 12. 12ൽ നിന്ന് 6 എണ്ണം എടുത്താൽ ബാക്കി വരുന്നത് 6. ഇനി ആ 6 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം എടുത്താൽ പിന്നെ ബാക്കിയൊന്നുമില്ല. ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പാവ വയ്ക്കാം? 48 മുതൽ ഒന്ന് എണ്ണി നോക്കൂ. 48 42 36 30 24 18 12 6. എത്ര തവണ വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 തവണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടിയിൽ 8 പാവകൾ ഉണ്ടായിരിക്കും. ഗണിത രൂപത്തിൽ എഴുതിയാലോ? 48 ഹരിക്കണം 6 ഉത്തരം 8. 48 പാവ 6 പെട്ടികളിൽ തുല്യമായി വയ്ക്കുമ്പോൾ ഒരു പെട്ടിയിൽ വരുന്നത് 8. പാവകളെ തുല്യമായി വീതിച്ച ചിത്രം നോക്കൂ. നമ്മൾ എഴുതിയത് ചിത്രമാക്കി തന്നിരിക്കുന്നതാണ്, കണ്ടില്ലേ? ആദ്യത്തെ തവണ 48 ഉണ്ടായിരുന്നു, അതിൽ നിന്നും 6 പാവ വെച്ചു. അപ്പോൾ 42 ഇനി രണ്ടാമത്തെ തവണ നോക്കൂ. 42ൽ നിന്നും 6 എണ്ണം മാറ്റി, അപ്പോൾ 36 മൂന്നാമത്തെ തവണയോ 36ൽ നിന്നും 6 എണ്ണം മാറ്റി, അപ്പോൾ 30 ബാക്കിയുണ്ട്. ഇനി നാലാമത്തെ തവണ 30ൽ നിന്നും 6 എണ്ണം മാറ്റിയപ്പോൾ 24 24ൽ നിന്നും 6 എണ്ണം പോയപ്പോൾ 18. 18ൽ നിന്നും 6 എണ്ണം പോയപ്പോൾ 12. 12ൽ നിന്നും 6 എണ്ണം പോയപ്പോൾ 6. 6ൽ നിന്നും 6 എണ്ണം പോയപ്പോൾ 0. അപ്പോൾ ഓരോ പെട്ടിയിലുമുള്ള പാവകൾ കൂട്ടി നോക്കിയപ്പോൾ എല്ലാ പെട്ടിയിലും എത്രയാണ് വന്നിരിക്കുന്നത്? 8 വീതമാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 6 പെട്ടിയിൽ 8 വീതം. 6 ഗുണിക്കണം 8 48. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6 ഉത്തരം വരുന്നത് 8 അല്ലേ. ഇനി 48 പാവകളെ ഒരു പെട്ടിയിൽ 8 എണ്ണം വീതം എത്ര പെട്ടിയിൽ നിറയ്ക്കാം?
അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, 6 ഗുണിക്കണം 8 48. 48 ഹരിക്കണം 6 ആവുമ്പോൾ ഉത്തരം 8 കിട്ടും. 48 ഹരിക്കണം 8 ആവുമ്പോൾ 6 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 48 പാവകളെ ഒരു പെട്ടിയിൽ 8 എണ്ണം വീതം എത്ര പെട്ടിയിൽ നിറയ്ക്കാം? 48 ഹരിക്കണം 8, ഉത്തരം 6. ഇങ്ങനെയും വയ്ക്കാം. രണ്ടാമത്തെ കൂട്ടം പെട്ടിയിൽ പാവ വെച്ചത് നോക്കൂ. ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വെച്ചു. ആകെ എത്ര പാവയാണ് വെച്ചത്? 6 ഗുണിക്കണം 5, 35. ഇനി എത്ര കൂടി വയ്ക്കാനുണ്ട്? 48 ആയിരുന്നു, അതിൽ നിന്നും 30 പോയി, ബാക്കിയുള്ളത് 18ആണ്. ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വീണ്ടും വയ്ക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിയില്ല അല്ലേ, 18ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെട്ടിയിൽ 5 എണ്ണം, രണ്ടാമത്തെ പെട്ടിയിൽ 5 എണ്ണം, അപ്പോൾ 10. മൂന്നാമത്തെ പെട്ടിയിൽ 5 എണ്ണം വെച്ചാൽ 15 എണ്ണമായി. പക്ഷേ ഇനി ബാക്കി 5 എണ്ണം വയ്ക്കാനില്ല. എത്രയാണുള്ളത്? 3 മാത്രമേ ബാക്കിയുള്ളൂ. 2 എണ്ണം വീതം വെച്ചാലോ എത്ര എണ്ണം വയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വയ്ക്കാൻ പറ്റും അല്ലേ. 6 ആണ്, അപ്പോൾ 6 ഗുണിക്കണം 2 12. ബാക്കി വന്നത് എത്രയാണ്? 18ആണുള്ളത്, അതിൽ നിന്നും 12 എണ്ണം പോയി, ബാക്കി 6. ഇവ എത്ര എണ്ണം വീതം വയ്ക്കാം? ഇനിയുള്ളത് 6 ആണ്, അപ്പോൾ ഓരോന്ന് വീതം വയ്ക്കാം. 6 ഗുണിക്കണം 1 6. ഓരോ പെട്ടിയിലും ആകെ എത്ര എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വെച്ചു അല്ലേ. പിന്നെ വെച്ചത് 2 എണ്ണം വീതമാണ്. 6 പെട്ടിയിലും 2 എണ്ണം വീതം വെച്ചു. പിന്നെ വെച്ചത് ഓരോന്ന് വീതമാണ്. അപ്പോൾ 5 കൂട്ടണം 2 കൂട്ടണം 1, ഉത്തരം 8. അപ്പോൾ ഓരോ പെട്ടിയിലും വെച്ചത് 8 തന്നെയാണ്, പക്ഷേ അവർ ചെയ്ത രീതി വ്യത്യസ്തമാണ്. അവർ പാവ അടുക്കിയ രീതിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. 6 പെട്ടിയാണുള്ളത്. ആദ്യത്തെ തവണ 5 എണ്ണം വീതം വെച്ചു. 6 ഗുണിക്കണം 5 30 അല്ലേ. അപ്പോൾ 48ൽ നിന്ന് 30 പോയപ്പോൾ ബാക്കി ഇനി 18 ഉള്ളൂ. രണ്ടാമത്തെ തവണ വെച്ചത് 2 എണ്ണം വീതമാണ്. 6 പെട്ടിയിൽ 2 എണ്ണം വീതം. 6 ഗുണിക്കണം 2 12. 18ൽ നിന്ന് 12 പോയപ്പോൾ ബാക്കി വന്നത് 6 എണ്ണമാണ്. ഇനി മൂന്നാമത്തെ തവണ ഓരോന്ന് വീതമാണ്, കാരണം 6 പെട്ടിയും 6 പാവകളും ബാക്കിയുള്ളൂ. അപ്പോൾ ഓരോന്ന് വീതം വെച്ചപ്പോൾ 6 കുറയ്ക്കണം 6 0. ഇനി ഓരോ പെട്ടിയും ഒന്ന് കൂട്ടി നോക്കൂ. 5 കൂട്ടണം 2 കൂട്ടണം 1 8. 6 ഗുണിക്കണം 8 48. 6 പെട്ടിയിലും 8 പാവ വീതം അല്ലേ. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6, ഉത്തരം 8. ക്രിയ ഇങ്ങനെയും ചെയ്യാം. 5 എണ്ണം വീതം വെച്ചാൽ നമ്മൾ ചെയ്തത് തന്നെയാണ്, ഒന്നുകൂടി തന്നിരിക്കുന്നതാണ്. 6 ഗുണിക്കണം 5 എത്രയാണ്? 6 5 30. 48ൽ നിന്ന് 30 കുറച്ചു. ഇനി 2 എണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 2, അപ്പോൾ 12 കിട്ടി അല്ലേ. 18ൽ നിന്നും 12 കുറച്ചു, ബാക്കി 6ആണ് ഉത്തരം. ഇനി ഒരെണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 1, അപ്പോൾ 6 കുറയ്ക്കണം 6, ഉത്തരം വരുന്നത് 0. ഈ വലതുഭാഗത്ത് തന്നിരിക്കുന്നതും 48നെ 6 കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം 5 കിട്ടി, പിന്നെ 2 കിട്ടി, പിന്നെ 1 കിട്ടി. ഇത് മറ്റൊരു രീതിയിലൂടെ ഉത്തരം കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ഫ്രൂട്ട് സാലഡ്. ക്യാമ്പിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനവുമുണ്ട്. അതിനായി കൊണ്ടുവന്നത് 48 ഓറഞ്ചാണ്. ഇത് കുട്ടികളുടെ 6 കൂട്ടത്തിനും തുല്യമായി വീതിക്കണം. ആദ്യം ഓരോ കൂട്ടത്തിനും 6 എണ്ണം വീതം കൊടുത്തു. ആകെ എത്ര എണ്ണം കൊടുത്തു? അപ്പോൾ ഫ്രൂട്ട് സാലഡും ഉണ്ടാക്കുന്നുണ്ട്. അതിനായി കൊണ്ടുവന്നത് 48 ഓറഞ്ചാണ്. 6 കൂട്ടമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യം കൊടുത്തത് 6 ഓറഞ്ച് വീതം 6 കൂട്ടത്തിന്. 6 ഗുണിക്കണം 6 36. ഇനി ബാക്കി എത്രയുണ്ട്? 48 കുറയ്ക്കണം 36, 12 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. ഇവ 2 എണ്ണം വീതം കൊടുത്താലോ ആകെ എത്ര എണ്ണം കൊടുക്കാം? അപ്പോൾ 6 ഗ്രൂപ്പുകൾക്ക് 2 എണ്ണം വീതം കൊടുക്കുമ്പോൾ 6 ഗുണിക്കണം 2 12 കിട്ടും. ഓരോ കൂട്ടത്തിനും ആകെ എത്ര കിട്ടി?
ആദ്യത്തെ തവണ 6 എണ്ണം കിട്ടി, രണ്ടാമത്തെ തവണ 2 എണ്ണം കിട്ടി അല്ലേ. അപ്പോൾ 6 കൂട്ടണം 2 8. 48 ഓറഞ്ച് 6 കൂട്ടത്തിനും തുല്യമായി വീതിച്ചു കൊടുത്തപ്പോൾ ഓരോ കൂട്ടത്തിനും എത്ര എണ്ണം കിട്ടി? 8 എണ്ണം. ഇത് ഗണിത രൂപത്തിൽ എഴുതൂ. 48 ഹരിക്കണം 6. ഉത്തരം 8. ഓറഞ്ച് വീതം വെച്ച രീതി ചിത്രത്തിലൂടെ നോക്കൂ. ആദ്യത്തെ തവണ 6 എണ്ണം വീതമാണ് കൊടുത്തത് അല്ലേ ഓരോ കൂട്ടത്തിനും. അപ്പോൾ 6 ഗുണിക്കണം 6 36. ഇനി 48-ൽ നിന്ന് 36 പോയാൽ ബാക്കി വരുന്നത് 12 ആണ്. ഈ 12 എണ്ണം 2 എണ്ണം വീതം വെച്ച് വീണ്ടും കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 2 12. ഇനി ഓരോ ഗ്രൂപ്പിനും കിട്ടിയത് നോക്കൂ. ആദ്യത്തെ തവണ 6, രണ്ടാമത്തെ തവണ 2. ഉത്തരം 8. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും കിട്ടിയത് 8 വീതമാണ് അല്ലേ. 6 ഗുണിക്കണം 8 48. 2 തവണ മാത്രം. ഓരോ കൂട്ടത്തിനും 2 തവണ മാത്രം ഓറഞ്ച് കൊടുത്താൽ ഏതെല്ലാം രീതിയിൽ തുല്യമായി വീതിക്കാം? ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ എഴുതി നോക്കൂ. വേറെയും വഴികളുണ്ടോ? അപ്പോൾ ആദ്യത്തെ തവണ കൊടുത്തതാണ് 48. അതിന് 2 തവണ മാത്രമേ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ 6 ഗ്രൂപ്പിന് എങ്ങനെയൊക്കെ കൊടുക്കാം? ആദ്യത്തെ ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് 6 6 36. അപ്പോൾ 48-ൽ നിന്ന് 36 കുറച്ചാൽ 12 കിട്ടും. പിന്നെ 2 എണ്ണം വീതം കൊടുക്കാം അല്ലേ. 2 ഗുണിക്കണം 6 12. അപ്പോൾ 6 കൂട്ടണം 2 8. ഒരു ഗ്രൂപ്പിന് 8 വീതം കിട്ടും. ഇനി മറ്റ് വഴികളിലൂടെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് 4 ആണ്. ആദ്യത്തെ തവണ 4 വീതം കൊടുക്കുക. അപ്പോൾ 6 4 24. ഇനി 48-ൽ നിന്ന് 24 കുറച്ചാൽ 24 കിട്ടും. വീണ്ടും 4 എണ്ണം വീതം കൊടുക്കാം. അപ്പോൾ 4 കൂട്ടണം 4 ഉത്തരം 8 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ 5 വീതം കൊടുക്കുക. 5 6 30. രണ്ടാമത്തെ തവണയോ 3 വീതം. അപ്പോൾ 3 6 18. അപ്പോഴും 5 കൂട്ടണം 3 8 തന്നെ കിട്ടും. ഇനി അടുത്തത് ആദ്യത്തെ തവണ 7 കൊടുക്കുക. അപ്പോൾ 7 6 42. പിന്നെ ബാക്കി വരുന്നത് 6 ആണ്. അപ്പോൾ രണ്ടാമത്തെ തവണ എത്ര കൊടുക്കാം? ഒരെണ്ണം വീതം അല്ലേ. 1 6 6. അപ്പോഴും 7 കൂട്ടണം 1 8. ഓരോ ഗ്രൂപ്പിനും 8 തന്നെ കിട്ടും. പസിൽ കോർണർ. ഓരോ വരിയിലെയും 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. അപ്പോൾ ഒരു 2 മാത്രം തന്നിട്ടുണ്ട്. ഇനി ഓരോ വരിയിലെയും സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 72 കിട്ടണം. ഒന്ന് ചെയ്ത് നോക്കിയാലോ. 9 4 എന്നെഴുതി കണ്ടില്ലേ. 2 9 18 18 4 72. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്ത് നോക്കിയാൽ നമുക്ക് 72 എന്ന ഉത്തരം കിട്ടും. ഇനി അടുത്തത് വിലങ്ങനെയും കുത്തനെയുമുള്ള 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. നടുക്കുള്ള സംഖ്യ 2ന് പകരം 3 4 എന്നിവ ആയാൽ മറ്റ് സംഖ്യകൾ കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നടുക്ക് 2 എന്നാണ് തന്നിരിക്കുന്നത്. കുത്തനെ എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം 2 ഗുണിക്കണം 6. അപ്പോൾ 72 കിട്ടും. ഇനി വിലങ്ങനെ എന്ന് പറഞ്ഞാലോ 4 ഗുണിക്കണം 2 ഗുണിക്കണം 9. അപ്പോഴും ഉത്തരം 72 തന്നെ. ഇനി പറഞ്ഞിരിക്കുന്നത് 2ന് പകരം 3 4 വെച്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് 4 വെച്ച് ചെയ്ത് നോക്കാം. ഇനി 4 വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുത്തനെ വരുന്നത് 2 ഗുണിക്കണം 4 ഗുണിക്കണം 9. ഉത്തരം 72. വിലങ്ങനെ 3 ഗുണിക്കണം 4 ഗുണിക്കണം 6. അപ്പോഴും ഉത്തരം വരുന്നത് 72. Okay dears, study well. See you in next class. Thank you.